ചെല്ലപ്പൻ ചേട്ടോ, ചെല്ലപ്പൻ ചേട്ടാ, കാറിലും ജീപ്പിലുമായി ആരൊക്കെ വരുന്നു ഇങ്ങോട്ട്. എടാ ശാന്തപ്പ, ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന്. ചെത്തി കടപ്പുറം കാണാൻ. പിള്ളേരെയൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവര് പിടിച്ചോണ്ടോ. നിങ്ങൾ എന്താ ഈ നോക്കി നിക്കണേ? പണിയെടുക്കണ്ട പിള്ളേരെ. എടാ അന്തപ്പ, അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേ? ഒരുക്കടാ, ഒരുക്ക്. നിങ്ങൾ പണിയെടുക്കണ്ട പെണ്ണുങ്ങളെ, പണിയെടുക്കാൻ. ഓരോരുത്തർ വരിക കൈ മെനക്കെടുത്താനായിട്ട്. വരട്ടെ വരട്ടെ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഏതാ ചിപ്പായി എന്ന് പറയുന്ന വീട്? ഇവിടെ ആർക്കും നാക്കും കാതും ഒന്നുമില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? ആ ചിപ്പായി എന്ന് പറയുന്നവരും അവൻ കൂട്ടിക്കൊണ്ട് വന്നവരും എവിടെയാണ്? എവിടെടാ ചിപ്പായിയുടെ വീട്? പറയടാ. അങ്ങോട്ട് പോയി ചോദിക്കേ. ചിപ്പായിയുടെ അപ്പനാത് ചെല്ലപ്പൻ ചേട്ടൻ. എവിടെയാ നിന്റെ ചിപ്പായി? എന്തിനാ ഇപ്പോ? അവൻ കൂട്ടിക്കൊണ്ട് വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ. അതിലൊരുത്തിയെ വരച്ച് റോഡ് എറിഞ്ഞിട്ട് മറ്റവനെ വെട്ടിക്കൊല്ലാൻ. നടക്കോ അത്? നടത്തോടോ പുല്ലേ? എന്നാ അതാ എന്റെ വീട്, അതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ. പിടിച്ചിറക്കണ അവരെ. അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും. മുക്കിക്കൊന്നാ മൂന്നാം പക്ക പൊങ്ങു. ഇത് ഏതാണ് നാറികളെ വേണ്ടത്? ഓക്കരത്തര കാണിക്കരുത്. ഞങ്ങള് വന്നത് ഞങ്ങളെ പെണ്ണിനെയും അവളെ കട്ടോട്ട് പോയവനെ പിടിച്ചോണ്ട് പോവാനാ. അപ്പൊ കൊല്ലിടില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. താലാര ചോദിക്കാൻ നാളെ തനിക്ക് വല്ലവന്റെ പെണ്ണിനെയും വല്ലവന്റെ ചെറുക്കനെ പിടിച്ച് പുറക്കകത്ത് വെക്കാൻ ഇറക്കി വിടുവോ അവരെ? നല്ലൊരു പയ്യൻ നല്ലൊരു പെണ്ണിനെയും കൊണ്ട് ഈ ചെത്തി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് സങ്കട. കൈക്ക് ബലമുള്ളമാരുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോടാ, ഞാൻ നോക്കട്ടെ. മര്യാദക്ക് ചെക്കനെ പെണ്ണെ ഇറക്കി വിടോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞങ്ങൾ ഈ കടപ്പുറം ചോരക്കളാക്കും. കാണിക്കണ ചെറുക്ക വർത്താനം പറയാതെ. വേണ്ട വേണ്ട വേണ്ട. ചെല്ലപ്പൻ രണ്ടു നേരം പൊങ്ങിയ കയ്യ വെട്ടണോ? ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ. ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരുടെ കഴിയും. നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ ചിപ്പായി, അവരെ കൂട്ടിക്കൊണ്ടുപോടാ. വേണ്ടടാ പിള്ളേര്. തമ്മിൽ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് കൊല്ലാൻ നടക്കുന്ന കാട്ടാളന്മാരെ പേടിച്ച് വന്നു കയറിയതാ ഇവരിവിടെ. നെഞ്ചിനുറപ്പുള്ള ഏത് നാറിയുണ്ടാ ഇവരെ തൊടാൻ? തൊട്ടു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? ചൂടയുണ്ടെങ്കിൽ തുടരാ, തന്തയ്ക്ക് പിറക്കാത്ത നാറികളെ. ഇല്ല, തുടരില്ല. ഇത് ഒരു കാലത്ത് തുടരില്ല. പോരെ, ഇത്രയൊക്കെ കേൾപ്പിച്ച് എന്തിലേടി നീ? മതി. നേരെ കാണുമ്പോ ഈ ഇവനെ വലിച്ചെറിഞ്ഞിട്ട് ഇച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് നിലവിളിച്ചോണ്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. ഇത് വേണ്ട, മറക്കാം, എല്ലാം മറക്കാം. തലയിൽ വെച്ചാടി നിന്നെ ലാളിച്ചത്. ഇനി നീ കെഞ്ചിക്കേണ് വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നിനക്കിടമേലടി. എന്തിനയ്യോ ചായ വെറുതെ ചത്തുപോയവരോട് സംസാരിക്കുന്നേ? വാ പോവാം. ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാരും അഹങ്കരിക്കണ്ട. തന്തയ്ക്ക് വരുന്നവന്മാർ തല്ല ഞങ്ങൾ എന്ന് നാളെ കാണിച്ചു തരാം. നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം. നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഈ പരനാറിയെ വെട്ടിക്കൊന്നുവരിക്കും. നോക്കിക്കോ, പാടാ. മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഒന്നും. നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം. ചെല്ലേ.
എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായമാരെ കുറിച്ചാ? ഇച്ചായമാരെ, അമ്മച്ചി, വീടിനെ, പിള്ളേരെ എല്ലാം. എന്താ? മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി, ഒട്ടും. ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക്. അതിപ്പോഴും ഉണ്ടോ? ഇല്ല, പോയി. അവര് സമ്മതിക്കും. ഇനിയും വാശിയും വഴക്കൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഒരാൾ വിചാരിച്ച എല്ലാം ശരിയാവും. ആരാത്? എന്റെ അമ്മ. അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ, അമ്മ സമ്മതിക്കും. ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ? ഇപ്പോഴോ? ഒറ്റയ്ക്കോ? ആരും അറിയണ്ട. അറിഞ്ഞ അവര് വിടില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒരു പക്ഷേ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോണ്ട സുധി, എനിക്ക് പേടിയാ. മിനി സമ്മതിക്കണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോയിട്ട് വരട്ടെ? I love you, സുധി. കൊണ്ടാക്കിയോ? ആ കുട്ടി അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോന്നാ ചോദിച്ചേ. ഇല്ല. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം. അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട. എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ. ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല. ഞാൻ കാണും. ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളൊക്കെ വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ട. ഞാൻ കാണും. അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെയും അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ഞാൻ കാണും. നീ കാണില്ലടാ. വിടാൻ. വിടാനാ പറഞ്ഞത്. വിടാൻ. വിട്. ഇല്ല. വിടാൻ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയിപ്പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ? വേണ്ടമ്മേ. അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ... സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ, പോവുക. സുധി. ഇല്ല അച്ഛാ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും. ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത്. ഇല്ല, ഞാൻ വിടില്ല. വാ. എന്താ എന്താ ഇങ്ങനെയൊക്കെ? ഇല്ല. നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ, അവനായിട്ട് പോകുന്നല്ലേ. അവൻ പൊക്കോട്ടെ. പൊയ്ക്കോ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ.